കശ്മീർ പുൽവാമയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മേജർ ഉൾപ്പെടെ 4 സൈനികർ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഒളിത്താവളം വളഞ്ഞുള്ള ഏറ്റുമുട്ടലിലാണ് മേജർ ഉൾപ്പെടെ മരിച്ചത്. ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വീണ്ടും അതിർത്തിയിൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഉണ്ടായത്? സനീഷ്, അതിർത്തിയിലെ സാഹചര്യങ്ങൾ പ്രക്ഷുബ്ധമാണ്. വീണ്ടും ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് കശ്മീരിൽ നിന്നും വരുന്നത്. കശ്മീരിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികരും ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടാനായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിനുള്ളിൽ താമസിക്കുകയായിരുന്ന ഇവരെ പിടികൂടാനായി സൈന്യം എത്തുകയായിരുന്നു. തുടർന്ന് ഇവരും സൈനികരും തമ്മിൽ നേരിട്ടുള്ള വെടിവയ്പുണ്ടായി. ഈ സാഹചര്യത്തിലാണ് 4 സൈനികർക്ക് വെടിയേറ്റത്. അതിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പുൽവാമയ്ക്ക് സമീപത്തുള്ള പിംഗ്ലാൻ മേഖലയിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. കൊല്ലപ്പെട്ടിരിക്കുന്ന പ്രദേശവാസി കെട്ടിടത്തിന്റെ ഉടമയാണ്. ആ കെട്ടിടത്തിലാണോ ഭീകരർ താമസിച്ചിരുന്നത് എന്ന കാര്യം സംശയിക്കുന്നുണ്ട്. 3 ഭീകരരെ ഈ കെട്ടിടത്തിനകത്ത് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കീഴ്പ്പെടുത്താൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇവരെ വധിച്ചിട്ടുണ്ടോ സൈന്യം എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 4 ദിവസത്തിന്റെ 45 സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിൽ പുൽവാമയിൽ 40ഓളം സൈനികർ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് തുടർ നീക്കങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദിന്റെ കൂടുതൽ ഭീകരരെ സമീപത്ത് കണ്ടെത്താനും അവരെ തുരത്താനുമുള്ള സൈനിക നീക്കങ്ങളാണ് ആരംഭിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിംഗ്ലാൻ മേഖലയിൽ സൈന്യം എത്തിയിരുന്നത്. അവിടെ വെച്ച് നടന്ന ഏറ്റുമുട്ടലിലാണ് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 4 ദിവസത്തിനിടെ 45 സൈനികർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെയും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ആലോചിക്കുന്നുണ്ടോ സൈന്യവും കേന്ദ്രവും? ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും സൈന്യവും കടക്കുന്നു എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നിരവധി തവണകളായി ആവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് പറയുന്നു. ഈ ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായി കൂടുതൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും മറ്റ് ഭീകര കേന്ദ്രങ്ങളെയും ഒക്കെ കണ്ടെത്താനും തുരത്താനുമുള്ള ശ്രമങ്ങളാണ് സൈന്യം ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ചില ഓപ്പറേഷനുകൾ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. അതിർത്തിയിൽ അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുന്നുണ്ട്. പൂഞ്ച് സെക്ടറിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും 2 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ പാകിസ്ഥാന് മറുപടി നൽകും, നയതന്ത്ര തലത്തിൽ ഉപരിയായി സൈനിക തലത്തിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം സൈന്യം സ്വീകരിക്കുന്ന നടപടികൾ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമേ അതിന്റെ വിവരങ്ങൾ ലഭിക്കൂ. പക്ഷേ ഇതുവരെയും കൃത്യമായ ഒരു സൂചന എന്തായിരിക്കും ആ നടപടി എന്നത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. സനീഷ്, ശരി, നന്ദി ഉണ്ണികൃഷ്ണൻ. വീണ്ടും 4 സൈനികർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതാണ് ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്.